സ്ത്രീശക്തിയുടെ മഹനീയ ഭാവങ്ങളാണ് ക്ഷമയും സഹനവും. അധികമാർക്കും അങ്ങനെ എളുപ്പം സ്വായത്തമാക്കാവുന്നതല്ല ഈ ഭാവങ്ങൾ. അതിന് മനക്കരുത്ത് ഒരൽപ്പം കൂടുതൽ തന്നെ വേണം. അവിടെയാണ് ത്രേസ്യാമ്മ എന്ന അമ്മ വ്യത്യസ്തയാകുന്നത്. മകന്റെ ഘാതകന് മാപ്പ് നൽകിയ അമ്മ. മലയാറ്റൂരിൽ കുത്തേറ്റ് മരിച്ച ഫാദർ സേവ്യർ തേലക്കാട്ടിന്റെ മാതാവ് ത്രേസ്യാമ്മ ഹൃദയവിശാലത കൊണ്ടാണ് ഈ വനിതാ ദിനത്തെ അടയാളപ്പെടുത്തുന്നത്. വയോധികയായ ഈ അമ്മയ്ക്ക് താങ്ങാനാവുന്നതായിരുന്നില്ല മകന്റെ അകാലത്തിലുള്ള വേർപാട്. നിഴൽ പോലെ ഒപ്പം നടന്നൊരാൾ തന്നെയാണ് ജീവനെടുത്തതെന്നറിഞ്ഞപ്പോൾ ഹൃദയവേദന കൂടി. എന്നാൽ അനുകമ്പയുടെയും കരുണയുടെയും വഴിയിലേക്കാണ് ആ വികാരം മാറിയത്. ഫാദർ സേവ്യർ തേലക്കാട്ടിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ കപ്യാർ ജോണിയുടെ വീട്ടിലേക്ക് ആ അമ്മ നേരിട്ട് ചെന്നു. ജോണിയുടെ ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിച്ചു. നിലവിളികളും ആശങ്കകളും മാത്രം നിറഞ്ഞ വീടിനെ അമ്മ തിരിച്ചുപിടിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ക്ഷമിച്ചുവെന്ന് ചോദിച്ചാൽ അമ്മ പറയും, എല്ലാം ദൈവത്തിൽ അർപ്പിക്കാമെന്ന്. മാഫ് കൊടുക്കാൻ എനിക്ക് വേറെ പ്രത്യേകം പറയാനില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈശോയ്ക്ക് കൊടുത്തു, ഈശോ വിളിച്ചു പോയി. എനിക്ക് ഞാൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ക്രൈസ്തവർ ഏറ്റവും പുണ്യമായി കരുതുന്ന നോമ്പുകാലത്താണ് കാരുണ്യത്തിൻ്റെ ഈ നീരുറവ. ഒപ്പം വന്നവരുടെയും കണ്ടുനിന്നവരുടെയും കണ്ണുകൾ ഈറനാക്കുന്നതായിരുന്നു മാതൃത്വത്തിൻ്റെ ഈ ഭാവം. ക്ഷമിക്കാൻ പഠിപ്പിച്ച് കഥനങ്ങളുടെ കുരിശുമലയിറങ്ങി പിന്നെയമ്മ രാത്രി വണ്ടിയിൽ മടങ്ങി. പലതവണ സ്നേഹലാളനകളോടെ മകൻ യാത്രയാക്കിയ ഇടങ്ങളിൽ ഓർമ്മകളിലൂന്നി പലപ്പോഴും നിന്നു. പിന്നെ ഒപ്പമുള്ളവരുടെ കൈപിടിച്ച് യാത്ര പറഞ്ഞു മറഞ്ഞു. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.